ഗുഡ് മോർണിംഗ് ഗായ്സ്. ഇന്ന് വിയറ്റ്നാമിലെ കൂച്ചി ടണൽ വിസിറ്റ് ചെയ്യാനാണ് നമ്മൾ പോകുന്നത്. രാവിലെ 7:30 ആയപ്പോഴേക്കും അവരുടെ വണ്ടി താഴെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ മാത്രമല്ല, നമ്മളെപ്പോലെയുള്ള 8 ടൂറിസ്റ്റും വേറെ ഈ വണ്ടിയിലുണ്ടാവും. പോകും വഴി ഹാൻഡിക്യാപ്ഡ് ആയ ആൾക്കാർ എക്സെല്ല് വെച്ച് ചെയ്യണ ആർട്ട് ഗാലറി കാണാൻ നിർത്തിയിട്ടുണ്ടായിരുന്നു. അവരുടെ ക്രാഫ്റ്റ്സ് എന്തെങ്കിലും ഇഷ്ടമായ അത് നമുക്ക് പർച്ചേസ് ചെയ്ത് അവരെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അതൊക്കെ അവര് ഒരുപാട് സമയം എഫേർട്ട് കൊടുത്ത് ചെയ്യുന്ന വർക്കാണ്. ഇപ്പോൾ ഫുള്ളി ഹാൻഡ് മെയ്ഡ് ആയതുകൊണ്ട് തന്നെ ഇതിനൊക്കെ അത്യാവശ്യം റേറ്റും വരുന്നുണ്ട്. അപ്പം നമുക്ക് പറ്റണ പോലെ അവിടുന്ന് ചെറിയൊരു ആർട്ട് പീസ് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീണ്ടും കുറേ ദൂരം ട്രാവൽ ചെയ്ത് കൂച്ചി ടണൽ എത്തിയിട്ടുണ്ട്. വിയറ്റ്നാമിൽ യുദ്ധം വന്നപ്പോൾ അമേരിക്കക്കാരുടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇവിടെ ഉള്ളവർ ഉണ്ടാക്കിയ ടണലാണ് ഈ കൂച്ചി ടണൽ. അന്ന് ഒരു 250 കിലോമീറ്റർ നീളം ഉണ്ടായിരുന്നെങ്കിലും ഇന്ന് അത്ര ദൂരമൊന്നുമില്ല. നീളമുള്ള വഴിയെല്ലാം അവർ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടൂറിസ്റ്റ് ഇതിനൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 2-3 പാർട്സ് ആയിട്ട് തിരിച്ച് ചെറിയ ചെറിയ ടണലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയ ചെറിയ സ്പേസ് മാത്രമേ കാണുള്ളൂ. കുനിഞ്ഞു തലയൊക്കെ എടുക്കാണ്ട് പതുക്കെ നിറങ്ങി നീങ്ങിയൊക്കെയാണ് നമ്മൾ പുറത്തെത്തേണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു 2-3 ലെവലുകളുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ പുഴുങ്ങിയ കപ്പയും മുക്കി തിന്നാൻ വേണ്ടിയിട്ട് കപ്പലണ്ടി പൊടിച്ചതും ഉപ്പും പഞ്ചസാരയൊക്കെ ഇട്ടൊരു ഐറ്റം നമുക്ക് തന്നിരുന്നു. അപ്പോൾ പണ്ട് ആ യുദ്ധകാലത്ത് ഇതൊക്കെ കഴിച്ചാണ് ഇവിടെ ഉള്ളവർ ഈ ടണലിൽ കഴിച്ചു കൂട്ടിയത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഹോസ്പിറ്റലും കിച്ചണും വെപ്പൺ റൂമും അങ്ങനെ ഒരുപാട് ഏരിയസ് കാണാൻ പറ്റും. ഈ അമേരിക്കക്കാരെ ഇവരുടെ ഈ ഒളിത്താവളം കണ്ടുപിടിച്ച് വന്നാൽ തന്നെ അവരെ ട്രാപ്പിലാക്കാൻ പറ്റണ ഒരുപാട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രാപ്പുകളും ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് റിയൽ ഗൺ ഷൂട്ടിംഗ് എക്സ്പീരിയൻസും ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോ ബുള്ളറ്റിനും പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ AK-47 ഷൂട്ട് ചെയ്യാൻ പറ്റും. ഞാനൊരു 5 ബുള്ളറ്റും ചിക്കു ഒരു 15 ബുള്ളറ്റും വാങ്ങി ഷൂട്ട് ചെയ്തു. ഒടുക്കത്തെ സൗണ്ട് ആയിരുന്നു കേട്ടോ. ചെവിയിൽ ഈ സാധനം വെച്ചുകൊണ്ടാണ് അധികം സൗണ്ട് നമുക്ക് വന്നില്ല. ഊരി കഴിഞ്ഞപ്പോൾ ബാക്കി ആൾക്കാർ വെടിവെക്കണ ഒച്ച കേട്ടപ്പോഴാണ് ഇതിന് ഇത്രയും സൗണ്ട് ഉണ്ടായിരുന്നു നമുക്ക് മനസ്സിലായത്. അപ്പോൾ ഷൂട്ടിംഗ് എക്സ്പീരിയൻസ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഇവർ തന്നെ ഒരു റെസ്റ്റോറൻറ്റിൽ കൊണ്ടുപോകും. എന്ത് വേണമെങ്കിലും ഓർഡർ ചെയ്യാം കേട്ടോ, പക്ഷേ കാശ് നമ്മന്നെ കൊടുക്കണം. ഞങ്ങൾ ഈ വെജ് നൂഡിൽസ് ആണ് കഴിച്ചത്. എനിക്ക് കൂടുതൽ ഇഷ്ടമായത് ഇതിൻ്റെ വെള്ളമാണ്. ഈ കുരുമുളകിട്ട് തിളപ്പിച്ച വെള്ളം ഒരു സൂപ്പ് പോലെ ഞാൻ കുടിച്ചുകൊണ്ടേയിരുന്നു. ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം.